സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ നടപടികളുമായി വിജിലൻസ്. ഉദ്യോഗസ്ഥരെ നിരീക്ഷിച്ച പട്ടിക തയ്യാറാക്കാനാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം. കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും വിജിലൻസ് നീക്കമുണ്ട്. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ ഉൾപ്പെടെ അഴിമതിയും കെടുകാര്യസ്ഥതയും കൂടുന്നതായുള്ള പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് വിജിലൻസ് ഇടപെടൽ. വിവിധ സർക്കാർ വകുപ്പുകളിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാനും പട്ടിക തയ്യാറാക്കാനുമാണ് വിജിലൻസ് തീരുമാനം. വിജിലൻസ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ എസ്.പിമാർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാധാരണക്കാർ നിരന്തരം സമീപിക്കുന്ന ഓഫീസ് എന്ന നിലയ്ക്ക് വില്ലേജ് ഓഫീസുകളാണ് പ്രധാനമായും നിരീക്ഷണ വിധേയമാകുക. ഇവിടെ ലഭിക്കുന്ന അപേക്ഷകളും ഇവ തീർപ്പാക്കുന്നതിലെ കാലതാമസവും പരിശോധിക്കും. സേവനാവകാശ നിയമം ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നും നിരീക്ഷിക്കും. കോഴിക്കോട് ചെമ്പനോട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വില്ലേജ് ഓഫീസുകളിലേതുൾപ്പെടെ വീഴ്ചകൾ കണ്ടെത്താൻ കൂടുതൽ നടപടികൾ വിജിലൻസ് സ്വീകരിക്കുന്നത്. മാസത്തിലൊരിക്കൽ മിന്നൽ പരിശോധന നടത്താനും നേരത്തെ വിജിലൻസ് തീരുമാനിച്ചിരുന്നു. 20ഓളം വകുപ്പുകളിലെ അഴിമതി തരംതിരിച്ച് ആന്റി കറപ്ഷൻ ഇൻഡെക്സ് വിജിലൻസ് തയ്യാറാക്കിയിരുന്നു. ഇതിൽ തദ്ദേശം, റവന്യൂ ഉൾപ്പെടെയുള്ള വകുപ്പുകളിലായിരുന്നു ഏറ്റവും ഉയർന്ന അഴിമതി കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് പുതിയ നടപടിയെന്ന് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.